സഭയ്ക്ക് അങ്ങനെ ഒരു പ്രത്യേക താല്പര്യം കാണിക്കേണ്ട കാര്യം ഇവിടെ ഇല്ലല്ലോ. കാരണം ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ജനം തെരഞ്ഞെടുപ്പ് നടത്തി ഒരു പാർട്ടിയെ അല്ലെങ്കിൽ ഒരു അലയൻസിനെ ജയിപ്പിച്ചെടുത്തു. ആ ജയിപ്പിച്ചെടുത്ത അവർ വേണം ആരാണ് മുഖ്യമന്ത്രിയാകുന്നു എന്ന് നിശ്ചയിക്കേണ്ടത്. അതല്ലാതെ ഏതെങ്കിലും ഒരു സഭയോ സമുദായമോ സംഘടനയോ അല്ലല്ലോ ആര് മുഖ്യമന്ത്രിയാകണം എന്ന് പറയേണ്ടത്. പക്ഷേ അവർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ വിജയം കഴിഞ്ഞപ്പോൾ അവരാണോ അതോ മാധ്യമങ്ങളോട് വരുന്ന വെറും വാർത്തകളാണോ എന്ന് അറിയാൻ മേല, സമൂഹത്തിൽ എന്തോ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി എന്തോ ഒരു ബഹളങ്ങളിങ്ങനെ നടക്കുന്ന കാഴ്ചകൾ കാണുന്നുണ്ട്. അത് ശരിയാണെങ്കിൽ മലയാളത്തിലൊരു പഴഞ്ചൊല്ലുണ്ട്, ആലിപ്പഴം പഴുക്കുമ്പം കാക്കയ്ക്ക് വായ്പുണ്ണ് എന്ന് പറയുന്ന ഒരു പഴഞ്ചൊല്ലുണ്ട്. ഏകദേശം അതേ പ്രവണതയാണ് സമയത്ത് കാണുന്നത്. ഞങ്ങൾ ജയിച്ചു എന്നതുകൊണ്ട് ജനത്തെ ഇങ്ങനെ ഓരോ വിഷയങ്ങളുണ്ടാക്കി ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടില്ല എന്നുള്ളത് ജയിച്ചവരും മനസ്സിലാക്കണം എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്.